എനിക്ക് എൻ്റെ സഹോദരങ്ങളെ വേണം, അല്ലേ? നമുക്ക് നമ്മുടെ സഹോദരങ്ങളെ വേണം. നമുക്ക് നമ്മുടെ മക്കൾ എന്ന് പറഞ്ഞാൽ നമുക്കുണ്ടായ മക്കൾ മാത്രമല്ല, നമുക്ക് സഭയിൽ മക്കൾ തന്നിട്ടുണ്ട്. നമുക്ക് കൊച്ചുമക്കൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇല്ലായിരിക്കും, പക്ഷേ സഭയിൽ കൊച്ചുമക്കളുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ പേരൻസ് മരിച്ചു പോയിട്ടുണ്ടായിരിക്കും, സഭയിൽ നിങ്ങൾക്ക് മാതാപിതാക്കളുണ്ട്, അല്ലേ? അപ്പം നമുക്ക് ആ ഒരു കുടുംബ ബന്ധങ്ങൾ, അതിൻ്റെ ഒരു പൂർണ്ണത, അതിൻ്റെ ഊഷ്മളത നമുക്കൊന്ന് എൻജോയ് ചെയ്യാൻ ദൈവം തരുന്നൊരു അവസരമാണ് ദ ചേർച്ച് ഓഫ് ഗോഡ്. അപ്പോൾ യേശുവിനെ ക്ഷണിച്ചിരുന്നു. 2, യേശുവിൻ്റെ ശിഷ്യന്മാരെയും ക്ഷണിച്ചിരുന്നു. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. സഭയെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സഭയെ നിങ്ങൾ ക്ഷണിക്കണം. അതിൻ്റെ അർത്ഥം യു ഹാവ് ടു മേക്ക് എ കോണ്ടാക്ട്, യു ഹാവ് ടു കണക്ട് വിത്ത് അതർ മെമ്പേഴ്സ് ഓഫ് ദി ബോഡി ഓഫ് ക്രൈസ്റ്റ്. സഭയെന്ന് പറഞ്ഞിട്ട് ആരും ചാടിക്കയറി നിങ്ങളുടെ വീട്ടിലൊന്നും വരത്തില്ല. ഇപ്പോഴത്തെ കാലത്ത് പറഞ്ഞാൽ ഈ ചർച്ചയിൽ ഒരു വലിയ ചീത്ത സ്വഭാവമുണ്ട്. ആരും ചാടിക്കയറി നിങ്ങളുടെ വീട്ടിൽ വരത്തില്ല. എനിക്കറിയാം, ഒരു ഞായറാഴ്ച ഒരു പുതിയ കുടുംബം വന്നാൽ അന്ന് വൈകിട്ട് 6 മണിക്ക് പാസ്റ്റർ ആ വീട്ടിൽ പറന്നെത്തിയിരിക്കും, അല്ലേ? പക്ഷേ അതല്ല, തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കണക്ട് ചെയ്യണം. ഓക്കെ, ഞാൻ പോകുന്ന ഈ സഭ ഇതാരാണ്, ഇവിടെ ആരൊക്കെയാണ് ഉള്ളത്, ഇവിടെ ഇടവസങ്ങൾ എന്തൊക്കെയാണ് ഉള്ളത്. എന്നോട് ചിലർ ചോദിക്കാറുണ്ട്, പാസ്റ്റർ എവിടെയാണ് താമസിക്കുന്നത്? ഞാൻ പറഞ്ഞ് ഇന്നടുത്ത്, ഞങ്ങളങ്ങോട്ടൊന്ന് വരട്ടെ. ഓക്കെ, അവർ വരും. എന്നിട്ട് അവർ സഭയെപ്പറ്റി ചോദിച്ച് മനസ്സിലാക്കും, വിശ്വാസ പ്രമാണങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും, ചില കാര്യങ്ങളിലുള്ള സഭയുടെ നിലപാടെന്താ എന്നോട് ചോദിക്കാറുണ്ട് ചിലർ. എന്നിട്ടൊക്കെ അവർ ചർച്ചയിൽ വരത്തുള്ളൂ. ബോധമുള്ളവരൊക്കെ അങ്ങനെ കേട്ടോ, ചുമ്മാ ചാടിക്കറി ചർച്ചയിൽ വരത്തൊന്നുമില്ല. എന്നോട് പലരും വന്ന് ഇൻ്റർവ്യൂ നടത്താറുണ്ട്. എനിക്ക് അങ്ങനെയുള്ളവരോട് എനിക്ക് ഭയങ്കര ബഹുമാനമാണ്. ചില കുടുംബങ്ങളെ എനിക്കറിയാം, നിങ്ങൾ അങ്ങനെ ഒന്ന് എന്നോട് സംസാരിച്ചു. അപ്പം ഞാനും നിങ്ങളോട് സംസാരിച്ചിട്ട് പറയാം, നിങ്ങളുടെ ഒരു വിളി എന്താ, വാട്ട് ഇസ് യുവർ കോളിംഗ് ഇൻ ലൈഫ്? സിസ്റ്ററിൻ്റെ ഒരു കൃപ എന്തുവാ, വരങ്ങൾ എന്തുവാ, നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള. അപ്പോൾ അവർക്കും പിടികിട്ടി, ഓക്കെ, ദിസ് ഈസ് എ പ്ലേസ് വേർ വി ക്യാൻ ബി ഗ്രൂംഡ്, അല്ലെങ്കിൽ വി ക്യാൻ ബി എക്വിപ്ഡ് ഫോർ ദി മിനിസ്ട്രി വിച്ച് ഗോഡ് ഹാസ് കോൾഡ് അസ് ഫോർ. ദൈവം ഞങ്ങളെ വിളിച്ച ശുശ്രൂഷയ്ക്ക് ഞങ്ങളെ സജ്ജമാക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ സഭ. എങ്കിലേ ഒരു സഭയെ നമ്മൾ പോയിട്ട് കാര്യമുള്ളൂ. ചുമ്മാ പാട്ട് പാടാനും പ്രസംഗം കേൾക്കാനും മാത്രം ഒരു സഭയിൽ പോയിട്ട് കാര്യമില്ല. ഇനിയത്തെ കാലത്ത് നമ്മളൊരു സഭയിൽ പോന്നുവെങ്കിൽ എന്തിനാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നതെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ, ആ ബോധ്യത്തിൽ നിങ്ങൾക്കുള്ള കൃപകളും വരങ്ങളും വെച്ചിട്ട് നിങ്ങളെ അതിലേക്ക് ശുശ്രൂഷയ്ക്കായിട്ട് സജ്ജമാക്കുന്ന ഒരു പ്രസ്ഥാനമായിരിക്കണം ദൈവസഭ. ഐ വാണ്ട് ടെല്ലിങ് ഓൾ ഓഫ് യു, ഗെറ്റ് കണക്റ്റഡ് ടു ദ ചേർച്ച്. ഓൺലൈനിലിരിക്കുന്നവരോട് ഞാൻ പറയാം, ഗെറ്റ് കണക്റ്റഡ് ടു ദ ചേർച്ച്.